ഭാഗ്യം തന്നെ. വെടിക്കാനും തൊമ്മി ഉന്നം വെച്ച കാഞ്ചി വലിക്കാതിരിക്കില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതും ഇതും പറഞ്ഞ് സാറിനെ ആദ്യം പിടിപ്പിക്കല്ലേ. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുക. പാപ്പച്ചി ചത്തറില്ല എന്നല്ല പറയണേ. അവ അങ്ങോട്ട് വരട്ടെ. ഓൻ വരുന്ന ശിവൻ സാർ പരിപാടി കിടക്കുന്ന മാഷ് പറയണേ. എന്തിനും ഒരു ന്യായഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാ വല്യമ്മാമ പറയട്ടെ. അതെ, എനിക്ക് പാപ്പച്ചിയോട് ഒരു 25,000 രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പേരിൽ ഇവിടെ കൃഷി ഓഫീസറായിട്ട് വന്ന ഒരു സ്ത്രീയെ തെക്കിനി മച്ച് താമസിപ്പിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രത്തോളം കടബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അവരങ്ങ് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമോ താമസിപ്പിക്കുന്ന കാര്യമോ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരോടൊക്കെ സമ്മതം വാങ്ങിയെന്നാ പാപ്പച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളറുള്ള കാര്യമൊന്നും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? പാപ്പച്ചി ഇദ്ദേഹത്തോട് മേടിച്ച കാശ് കൊടുക്കുന്നത് വരെ ശിവൻ സാർ തെക്കിനി താമസിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ പാപ്പച്ചി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുക. അതല്ലേ അതിന്റെ ഒരു ന്യായം. എന്റെ മരുമോൻ കാണിച്ച പോക്കൃത്തരം കൊണ്ട് ഒരാൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അതിപ്പോ നിന്നിപ്പോ 3000 രൂപയൊക്കെ എടുക്കാന്ന് പറഞ്ഞാ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയല്ല. വല്യമാമേ, ശിവൻ സാർ ഇവിടെ താമസിക്കട്ടെ. അതുകൊണ്ട് വല്യമാമിക്ക് ഒരു ദോഷം ഉണ്ടാവൂല. ഞാനാ പറയണേ. സാർ മേളിലേക്കല്ലേ വന്നാട്ടെ. ചെല്ലേ. എന്താ വല്യമാമ ഇത്? അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാളെ നിറപറയാൻ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ? കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏതു വഴിക്കും കൊടുത്തേ പറ്റൂ കുട്ടികളെ. വല്യമാമ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക. ചോദിക്കാനും പറയാനും ആളില്ലാത്ത 3 പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം. കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചുപറിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. ഇറങ്ങാം. ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അതിന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ മതി. ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകി എന്നൊക്കെ വിളിക്കുന്നത്. തന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്ന വികാരം ഉണ്ടല്ലോ. 3 പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല, പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ. ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത്. പൊയ്ക്കോളാം. പക്ഷെ അതിനെ പണ്ടം വെച്ച് കടം വീട്ടാനൊന്നും നിൽക്കണ്ട. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞവൻ തന്നെ. മാപ്പാക്കണം. ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം. സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം. ആ പെൺകുട്ടികളോട് ഇത്ര ചൂടാ ഉണ്ടായിരുന്നു. അല്ല, ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു. വല്ല കാട്ടാനയുടെയും ചവിട്ടും കൊണ്ട്. പേടിക്കണ്ട, ഞാനിത് അവരോടൊന്നും പറയില്ല. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും അതെ, ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ. അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ഇരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് പറഞ്ഞ. അല്ല, എങ്ങടാ ഈ മൂവന്തിക്ക്? ശങ്കരേട്ടന്റെ പിടിയിലേക്ക് ഊണ് അവിടെ പറഞ്ഞിരിക്കണേ. ആ, വെളിച്ചം എന്തെങ്കിലും എടുത്തോ. എഴുജന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ. ഇനി ഭയപ്പെടാതൊന്നുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ഇത്. വാ ചേട്ടാ, കഴിക്കാം. ചേട്ടന് ഇഷ്ടമുള്ള കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ട്. നമസ്കാരം. ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ പരമ സുഖമല്ലേ. അങ്ങനെ തന്നെ വേണം. ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ. ഇങ്ങനെയാണോ നന്ദി പറയുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞത്? പറഞ്ഞു. ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? പുറത്തുനിന്ന് കുറ്റിയിട്ടെന്നോ? അറിയാതെ പറ്റിപ്പോയതാ. കുറ്റി അടിച്ചളക്കായിരുന്നില്ല. കുറ്റി അടിക്കരുത്, അടിക്കരുത്. ഞാൻ സത്യം പറയാം. അതെ, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു.
ചേട്ടാ 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 പിന്നെ തുടങ്ങിയില്ല ടീച്ചർ. മൂപ്പരെ പിന്നെ മച്ചിമ മുറി താമസിക്കാനും ഞങ്ങളെ സമ്മതിച്ചിട്ടുള്ളൂ. ഇവിടെ തല കുത്തി വീഴാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണോ ഗിരിജ തമാശ പറയുന്നത്? ആപത്ത് പറ്റിയത് ഞങ്ങൾക്കല്ലേ. ഇന്ന് ഉച്ച തിരിഞ്ഞത് മുതൽ ഞങ്ങളുടെ കഷ്ടാലം തുടങ്ങി. ഇവിടെ കാല് കുത്തിയപ്പോ തുടങ്ങി എന്റെ ഗ്രഹപ്പഴ. എങ്കിൽ പിന്നെ ഈ ഗ്രഹപ്പഴയുടെ സ്ഥലത്ത് എന്തിനാ കെട്ടിപ്പിടിച്ച് കിടക്കണേ? പോയിക്കൂടെ? ഗിരിജെ, ആ വിളക്കൊന്ന് കാണിച്ചു കൊടുക്ക്. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ സർക്കസ് കാണിച്ചാലേ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കോണിപ്പടിയാ. ഡേ, ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ പടി പഴയ തടിയല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ച നമ്മുടെ തടി. അധികം ബലം കൊടുക്കണ്ട. ഇതാണ് ഗിരിജയുടെ പ്രകൃതം. സംസാരത്തിന് ഒരിക്കലും ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല. സാർ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഹേയ്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടാ. ഞാൻ പണ്ട് നാട്ടിൽ പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജില് എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, മായ. നല്ല മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ അതേ പ്രകൃത ഈ ഗിരിജയ്ക്കും. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയിൽ. ഒരു എക്സ്കർഷനിടയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി ചുഴിയിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു. ആ മായയുടെ അതേ നോട്ടവും വർത്താനവും ഒക്കെ ഈ ഗിരിജയ്ക്കും. ആ മായ പോലെ തന്നെ ഒരു ദുഃഖ കഥാപാത്ര ഗിരിജയും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നേ ഉള്ളൂ. അതിന്റെ കാര്യം വലിയ കഷ്ട. സാറിനറിയോ, ആ കുട്ടി ചേപ്പാട്ടൂർ ഇല്ലത്തെ അല്ല. പിന്നെ ഗിരിജയുടെ അമ്മ ഇല്ലത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു. തമ്പുരാട്ടിമാരുടെ അച്ഛനുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ പഴയ ഒരു ചങ്ങാതി തെക്ക് നിന്ന് വന്ന ഒരു നക്സലൈറ്റുകാരൻ സാറ് താമസിക്കുന്ന ഈ മുറിയിൽ ഒളിച്ചു താമസിച്ചിരുന്നു. മൂപ്പർക്ക് ആഹാരം ഈ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് ആയമ്മയായിരുന്നു. ആ പോക്കുവരവിൽ അയാളുമായിട്ട് ആയമ്മ അടുത്തു. ആ ബന്ധത്തിലുണ്ടായതാണ് ഈ ഗിരിജ. ഗിരിജ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വയനാട്ടിൽ എവിടെയോ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ അച്ഛനും മരിച്ചു. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് പിന്നെ ഇവിടെ ഉള്ളവരായി എല്ലാം. ആ, എന്നാ സാറ് കിടന്നോ, നാളെ കാണാം. സാറേ, ഏത് പടിയാ ഒടിഞ്ഞിരിക്കണേ? അതിപ്പോ എങ്ങനെയാ പറയുന്ന അപ്പുക്കുട്ട? വീണാലല്ലേ പറയാൻ പറ്റൂ. അയ്യോ, വേണ്ട, റിസ്ക് എടുക്കണ്ട. സ്വാമിയേ, എത്രാമത്തെ പടിയുന്നാ? ഒടിഞ്ഞത് പടിയല്ല, എന്റെ നടുവാ. എന്റെ ഈശ്വര, ഇവർ രണ്ടുപേരും കൂടി ഈ ഇല്ലടിച്ച് നിരത്തും. വീഴുന്നേരം മാറി വീഴാത്തവർക്കൊരു അവസരം കൊടുക്കണേ. കുറച്ചു പോക്ക് തട്ട്. വലതുകാലിൽ വെച്ച് കയറിയപ്പോഴേ ചവിട്ടിയ പടി തകർന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാം ആണോ തകരാൻ പോണത്? തലമണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഇന്നലെ വീണപ്പോ എന്റെ തലമണ്ട തകർന്നു പറയായിരുന്നു. അത് സാരമില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നമ്മുടെതാണെങ്കിൽ കുറച്ച് കളിമണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും എല്ലാവരും ചോപ്പും അരിവാളും ചുറ്റിയൊക്കെ ആയിട്ട് വല്ല പ്രകടനവും മറ്റോ ഉണ്ടോ? പ്രകടനമുണ്ട്. ഇപ്പഴല്ല, വൈകിട്ട്. തലകുത്തി മറിച്ചില്, ഒറ്റക്കാല നിപ്പ്. വൈകിട്ട് വന്നാ കാണാം. ടിക്കറ്റ് സൗജന്യ. ദേ നിക്കണു അഭ്യാസി. ഓ പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ അഭ്യാസങ്ങൾക്ക് വലിയ മാർക്കറ്റിലെന്നാ കേൾക്കുന്നത്. ഈ സർക്കസുകാരുടെ പോസ്റ്റർ കാണാറില്ലേ? പ്രകടനം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ചിമ്പൻസികളും സിംഹവാലിനും ഒക്കെ. ഇനിയിപ്പോ ഏതായാലും അതിനൊരു കുറവും ഉണ്ടാവില്ല. സോറി കേട്ടോ. പെണ്ണുങ്ങളുടെ മേലെയാണ് വീഴുന്നത്. അതിനല്ലേ സോറി പറഞ്ഞത്? സോറി. സോപ്പ്, ബ്രഷ്. എടുത്തി സിനിമയിലൊക്കെ നായകൻ പ്രേമിച്ചു തുടങ്ങുന്നതേ ഇങ്ങനെ മേലെ വീണിട്ടാ. ഏടത്തേക്ക് ഇപ്പൊ അയാളുടെ വല്ല പ്രേമം തോന്നി തുടങ്ങി. ഓടി അവളുടെ ഒരു തമ്പുരാട്ടി, ഇനി ഇത് നന്നാക്കാൻ ആശാരിനെ വിളിക്കുന്ന നല്ലത്.